Hi friends, welcome back to Curry Leaves Kerala. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കൺവെൻഷണൽ ഓവനിൽ വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റോസ്റ്റഡ് ചിക്കൻ ആണ്. ടർക്കി ഒക്കെ റോസ്റ്റ് ചെയ്യുന്നത് പോലെ വളരെ ടേസ്റ്റിയായി റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിൻ്റെ കൂടെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതിനായി നമുക്കൊരു ഫുൾ ചിക്കൻ ക്ലീൻ ചെയ്ത് സ്കിന്നോട് കൂടി എടുത്ത് വെക്കാം. അതിൻ്റെ കൂടെ 2 ചെറിയ പൊട്ടറ്റോ, ഒരു ലെമൺ, 2-3 ഫുൾ വെളുത്തുള്ളി, ഒരു ചെറിയ ഒനിയൻ, കുറച്ച് ഗ്രീൻ പീസ്, തൈം, ബട്ടർ, മല്ലിയില, കൂടെ ഉപ്പും കുരുമുളകും. ആദ്യം നമുക്ക് മല്ലിയിലയും 2-3 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. ബട്ടർ സോഫ്റ്റ് ആയതിനു ശേഷം അത് കട്ട് ചെയ്ത് ഒരു ബൗളിൽ മല്ലിയിലയും വെളുത്തുള്ളിയും ഇട്ട് അതിൻ്റെ കൂടെ ഉപ്പും കുരുമുളകും അല്പം ഒലിവ് ഓയിലും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉപ്പ് അതിനനുസരിച്ച് വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് അല്പം ലെമൺ സസ്റ്റ് ഇടാം. ഇനി നമുക്ക് ചിക്കനുള്ളിലുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനാദ്യം തൈം ചെറുതായി അരിയണം. ഇനി ബൗളിൽ തൈം, മിൻറ്റ് ലീവ്സ്, ഗ്രീൻ പീസ്, ഈ ചെറുതായി അരിഞ്ഞ പൊട്ടറ്റോ എന്നിവ ചേർക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും കുരുമുളകും ഇടാം. അതിൻ്റെ കൂടെ നാരങ്ങാനീര് ചേർക്കാം. 2-3 പച്ചമുളക് കൂടി അരിഞ്ഞിടാം. സവാള എടുത്ത് 4ആയി മുറിച്ച് വെക്കാം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ബട്ടർ എടുത്ത് നമുക്ക് ചിക്കനിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് വെച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും ബട്ടർ ഒരേപോലെ എത്തും. ചിക്കൻ്റെ എല്ലാ സൈഡിലും ബട്ടർ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. സ്കിന്നിന് മുകളിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ചിക്കൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെക്കാം. ഇനി ബേക്കിംഗ് പാനിൽ ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് നമുക്ക് ബാക്കിയുള്ള ബട്ടറിൻ്റെ മിക്സ് തേക്കാം. എന്നിട്ട് ഇതേപോലെ ഗാർലിക് നടുക്കൂടെ കട്ട് ചെയ്ത് ചിക്കൻ വെക്കാനുള്ള ബേസ് ഉണ്ടാക്കാം. ഇനി ഈ ബേസിന് മുകളിൽ ചിക്കൻ കറക്റ്റായി വെക്കാം. പിന്നെ എക്സ്ട്രാ ഫില്ലിങ്സ് ഉണ്ടെങ്കിൽ സൈഡിലോട്ട് ഇടാം.
ഇനി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലോട്ട് ഇത് വയ്ക്കാം. ഞാൻ 450 ഫാരൻഹീറ്റാണ് പ്രീഹീറ്റ് ചെയ്തത്. ചിക്കൻ ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം. വലിയ ചിക്കൻ ആണെങ്കിൽ 10-15 മിനിറ്റ് നമുക്ക് എക്സ്ട്രാ വെക്കേണ്ടി വരും. ഇതിപ്പോൾ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. സ്കിൻ ഒന്ന് ക്രിസ്പി ആകാനായി ഞാനൊരു 5 മിനിറ്റ് ബ്രോയിലിൽ വെച്ചിരുന്നു. ബട്ടർ എല്ലായിടത്തും ഒരുപോലെ അപ്ലൈ ചെയ്തതുകൊണ്ട് ചിക്കൻ നല്ലതുപോലെ റോസ്റ്റഡ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫില്ലിംഗ് എല്ലാം ഒന്ന് പുറത്തെടുക്കാം. ചിക്കൻ മാറ്റി വെക്കാം നമുക്കിനി. എന്നിട്ട് ഈ ഫില്ലിംഗ് എല്ലാം കൂടെ മാഷ് ചെയ്ത് നമുക്കൊരു ഡിപ്പ് ഉണ്ടാക്കാം. നന്നായി മാഷ് ചെയ്ത ശേഷം നമുക്കിനി ഒരു സ്ട്രെയിനർ വെച്ച് ഇത് അരിച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് നല്ലൊരു ഡിപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു അടിപൊളി റോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.